നമസ്കാരം സുഹൃത്തുക്കളെ. 5.5 സെന്റ് സ്ഥലം, 2300 സ്ക്വയർ ഫീറ്റ് വീട്, 85 ലക്ഷം രൂപ കിട്ടിയാലാ എങ്ങനെ ഉണ്ടാവും? കിടിലൻ ഡീലല്ലേ? നല്ല അടിപൊളി കിണറോട് കൂടിയിട്ട്, കിണറിൻ്റെ അകത്ത് നോക്കിയാൽ ഇതിൻ്റെ വെള്ളം കണ്ടാൽ കിടിലം, നല്ല തെളിഞ്ഞ് കിടക്കുന്ന വെള്ളത്തോട് കൂടിയിട്ട് ഒരു അടിപൊളി വീട്. അപ്പോൾ നല്ല കിടിലൻ ഡീലല്ലേ? 5.5 സെന്റ് സ്ഥലം, 2300 സ്ക്വയർ ഫീറ്റ് വീടും, പുത്തൻ ബ്രാൻഡ് ന്യൂ വീട്, പണി കഴിഞ്ഞ് കിടക്കണതാണ്. 2300 സ്ക്വയർ ഫീറ്റുള്ള വീട്, 85 ലക്ഷം രൂപ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസാണ്. 5.5 സെന്റ് സ്ഥലമുണ്ട്. നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു 7 സീറ്ററോ ഒരു ട്രാവലർ കയറി കിടക്കും. അത്രയും ഏരിയ കാർ പോർച്ചിനും ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഏരിയ നമുക്കുണ്ട്. നമുക്കൊരു 2 കാറ്, ഒരു 7 സീറ്ററും ഒരു 2 7 സീറ്റർ കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് കാർ പോർച്ച്. പിന്നെ നമുക്ക് സൈഡിലേക്ക് നോക്കിയാൽ സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനൊക്കെ ചെയ്ത് മെറ്റിലൊക്കെ വിരിച്ച് കിടക്കണതാണ്. എല്ലാ പണിയും ഇട്ടേക്കണം കേട്ടോ. ഈ സൈഡും നമുക്ക് ഇപ്പുറ സൈഡാണെങ്കിലും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ടല്ലേ, ക്ലീൻ ആക്കി ഇട്ടേക്കണതാണ്. ഒരു അലമ്പുമില്ല, ഇതില്ല. പെയിൻ്റൊക്കെ കിടിലം പെയിൻ്റ് അടിച്ചേക്കണം, തിളങ്ങണ പെയിൻറ്റ്. പിന്നെ നമുക്ക് ഇത്രയും നാൾ കണ്ട വീടുകൾ എല്ലാം ഗ്രാനൈറ്റാണ് ടൈൽസാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇത് ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് ആണ്. ഒരു മിനി സിറ്റ് ഔട്ടാണ്. ഇവിടെയൊക്കെ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു സ്ക്വയർ ട്യൂബിൽ സംഭവം ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറാം. കയറി വരുമ്പോൾ നമുക്കൊരു ഹെവി ഡോറ് കാണാം. ഇതൊരു ആഞ്ഞിലിയാണെന്ന് തോന്നുന്നു, മരം വന്നേക്കാം. എന്നിട്ട് ആഞ്ഞിലിയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൈനിങ് റൂം വരുന്നത്. ഇത് 4 ബെഡ്റൂമാണ് വീട് വന്നേക്കുന്നത്. 4 ബെഡ്റൂമും 2300 സ്ക്വയർ ഫീറ്റിൽ മിനിമം ഒരു 5 ബെഡ്റൂമൊക്കെ കയറേണ്ടതാണ്. പക്ഷേ 4 ബെഡ്റൂമിലാണ് തീർത്തേക്കുന്നത്. ബെഡ്റൂമൊക്കെ വലിയ ബെഡ്റൂമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിടക്കുന്നുണ്ട്, കാണിച്ചു തരാം. സ്ക്വയർ പ്ലോട്ടാണ്. ഇന്നിപ്പോൾ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, വീടിൻ്റെ സ്കെച്ചൊന്ന് കാണിക്കുമെന്ന്. കോളത്തിലാണ് ചെയ്തിരിക്കുന്നത്. 11 കോളത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഈ മാർക്ക് ചെയ്തേക്കണൊക്കെ കോളത്തിലാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഏരിയ മാർക്ക് ചെയ്തേക്കണതാണ്. നമ്മളുടെ ടോട്ടൽ ഏരിയ വന്നിട്ട് എത്രയുണ്ടെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്തേക്കണതാണ്. 2300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കണ്ടില്ലേ? ഇത് പണി ശരിക്കും പറഞ്ഞാൽ ഈ വീട് പണി തുടങ്ങണ സമയം മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കേണ്ടതാണ്. കോളത്തിലാണ് പണിയണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം ഇത്രയും കല്ലും പ്രദേശത്തിൽ കോളം പണിയണമെന്ന് പറഞ്ഞാൽ പണിയൊക്കെ ഇടലായിട്ടാണ് പണിതേക്കുന്നത്. കണ്ടില്ലേ? ഇതൊക്കെ ഡ്രൈനേജ് കൊടുത്തിരിക്കുന്ന കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ കല്ല് വെച്ചിട്ട് കെട്ടിപ്പോക്കണം, പക്ഷെ കോൺക്രീറ്റിലാണ്. കണ്ടില്ലേ? ഇതെല്ലാം കോളത്തിലാണ് പണിതേക്കണം. കണ്ടില്ലേ? A മുതൽ Z വരെ കോളത്തിലാണ് പണിതിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾ വീട് പണിത് വിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു റെക്കോർഡിക്കലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ക്ലയൻറ്റുകൾക്ക് അവർക്ക് ബോധ്യപ്പെടും ഇതിൻ്റെ പണിയെല്ലാം ജെനുവിനാന്നുള്ള കാര്യം. ബോധ്യപ്പെടും. കാര്യം അതല്ലാതെ വേറെ പ്രൂഫൊന്നുമില്ല, നമുക്ക് വിളിച്ചൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇതൊരു നല്ല ഐഡിയ. ഞാൻ ആദ്യമായിട്ടാണ്, നമ്മൾ ഇത്രയും വീടുകൾ ചെയ്തിട്ട് ആദ്യമായിട്ടാണിത്. അപ്പോൾ ഇത് കോളത്തിലാണ് പണിതിരിക്കുന്നത് കംപ്ലീറ്റ്ലി. പിന്നെ നമുക്ക് ഡീറ്റെയിലേക്ക് പോകും. വീടിൻ്റെ കണ്ടില്ല, കയറി വരുമ്പോൾ തന്നെ ഡൈനിങ് ഒക്കെ നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഡൈനിങ് ഏരിയ. ഡൈനിങ് അല്ല, ലിവിങ് അല്ലേ? അപ്പോൾ ഇത് ലിവിങ് ആണ്. കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ലിവിങ്, എത്രയും സ്പേസുള്ള ലിവിങ് ആണ്. ഇവിടെ അത്യാവശ്യം നല്ല ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. കബോർഡ് TV വെക്കാനുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. 3 വാളിയുടെ 2 ചാനൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
വെട്ടം കയറാൻ വേണ്ടി. പിന്നെ സീലിംഗ് കിടിലാക്കി ചെയ്തിട്ടുണ്ട്, ഫാനും വച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ഇവിടെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോളാണ് കാണേണ്ടത്. അതാ ഹോൾ ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞത് നേരത്തെ ഡൈനിങ് ഏരിയ. നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള അത്രേ ഏരിയ ഉണ്ട് കേട്ടോ. നിങ്ങളിത് നോക്കിയ സുഹൃത്തുക്കളെ, ഇത് നോക്ക് നിങ്ങൾ, ഇത്രേ ഏരിയ ഉണ്ട്. എന്ത് ഏരിയ നോക്കിയേ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാനും ഒക്കെ ഉള്ള സെറ്റപ്പിൽ ആണത്. ഇത്രയും ഏരിയ ഉണ്ട്. ടൈലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ ബ്രാൻഡ് ടൈൽസ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു എന്താ പറയാ, വാഷിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ, സ്പോട്ട് ലൈറ്റ് ഒക്കെ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ വാഷിംഗ് ഏരിയ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഈ ഇത് കണ്ടിട്ട് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ വീട് കണ്ടിട്ട്. കാരണം എന്ന് വെച്ചാലേ, ഇത്രയും ഏരിയ വന്നിട്ട് ഞാൻ ഇത്രയും നാളായിട്ട് വീട് കണ്ടിട്ട് ഇത്രയും ഏരിയ ഒന്നും ഡൈനിങ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടില്ല. ഇവിടെയൊക്കെ ഒരുപാട് കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിലാണ്, ഇതൊന്നും സ്റ്റിക്കർ അല്ല കേട്ടോ. ഇതൊക്കെ ചെയ്തേക്കണൊക്കെ മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഫാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫാൻ ലൂക്കറിന്റെ ഫാനാണ്, വാറണ്ടി ഉള്ള ഫാനാണ്. ഇത് വോൾട്ടേജ് കറണ്ട് കുറച്ച് വലിക്കുന്ന ഒരു ഫാനാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. കിച്ചണിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, അത്യാവശ്യം ഒരു മിനി കിച്ചണാണ്. പുകയില്ലാത്ത അടുപ്പ് ഉൾപ്പെടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, പുകയൊന്നും ഉണ്ടാവുകയൊന്നുമില്ല ഇവിടെ. ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ പണിത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ കബോർഡ് നോക്കി, ഇത്രയും വലിയ കബോർഡുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വർക്ക് ഏരിയ സുഹൃത്തുക്കളെ, ഇത് ഷീറ്റ് ഇട്ടിട്ടില്ല. ബട്ട് ഇവിടെ ഷീറ്റ് ഇട്ട് സെറ്റപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. വർക്ക് ഏരിയക്കുള്ള സ്പേസ് വന്നേക്കുന്നത് അതുകൊണ്ടല്ലേ, ഒരു വിശാലത ഉണ്ട് ഇവിടെ വന്നിട്ട്. ഇവിടെ നമുക്ക് അലക്കലും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റെഡി, ഈ ടേൺ ഓൺ മോഡ് എന്ന് പറയുന്ന പോലെ റെഡി ടു ഒക്യുപ്പൈ ആണ്. അതായത് വരിക, പേയ്മെൻറ്റിൻ്റെ ക്ലിയർ ചെയ്യുക, കയറി താമസിക്കുക. അലക്കല്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഷീറ്റ് ഇടാം. പിന്നെ ഈ ഇത് കണ്ടില്ലേ, സൈഡൊക്കെ കംപ്ലീറ്റ്ലി ക്ലിയർ ആക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. നമ്മുടെ കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ട്. കാര്യം ഇന്നലെ നമ്മൾ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്തപ്പോൾ നമ്മളുടെ ചെറിയൊരു കറണ്ട് പോയായിരുന്നു. പിന്നെ നമ്മൾ എടുക്കാൻ നിന്നില്ല. അപ്പോൾ രണ്ടാമത് വന്ന് എടുക്കണതാണ്. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തേക്കണം, അതേ കൊണ്ടാണ്. അത് പിറ്റേ ദിവസം കൊണ്ട് എടുത്തേക്കണം. അപ്പോൾ ഇതാണ് ആദ്യത്തെ റൂം വരുന്നത്. ഒരു 2 ഡോറിൻ്റെ കബോർഡ് ഉണ്ട്. ഇവിടെ ചെറിയൊരു മിററിനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഡ്രോയേഴ്സ് ഉണ്ട്. ഒരു 3 അത്യാവശ്യം വലിയൊരു റൂമാണ്. ഇതാണ് ബാത്റൂം വരുന്നത്. എക്സോസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റും ഒക്കെ സിറയുടെയാണ്. ഇത് പാരിവെയറിൻ്റെയാണ്. ഇത് സിറയുടെ. നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. മൊത്തം 4 ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂം, മേളിൽ 2 ബെഡ്റൂം. ഇവിടെ ഇത് അത്യാവശ്യം നല്ലൊരു കബോർഡാണ്. ഇത് 3 ഡോറിൻ്റെ കബോർഡും പ്ലസ് ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഉണ്ടല്ലോ, ഇതൊക്കെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലോ, പിന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതും അതേപോലത്തെ സെയിം ടോയ്ലറ്റ് തന്നെയാണ്. എല്ലാം ബ്രാൻഡഡ് ടൈൽസും ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സും ആണ്. നമുക്കിനി മേളിലേക്ക് പോവാം. മേളിലത്തെ വിശേഷങ്ങൾ കാണാം. മേളിലേക്ക് കയറും മുമ്പ് ഇവിടെ സ്റ്റേഴ്സ് വന്നേക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. പ്ലസ് ഇവിടെ ഒരു വുഡൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളാം, കാണാൻ ഒരു രസമുണ്ട് കാണാനായിട്ട്. കംപ്ലീറ്റ്ലി ഗ്ലാസ്സിലല്ല. അപ്പോൾ ഇനി നമുക്ക് മേളിലേക്ക് കയറാം. അപ്പോൾ മേളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് 2 വലിയ ഹോളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഇതും, രണ്ടാമത്തെ അവിടെയും. ഇതാണ് രണ്ടാമത്തെ ഹോള് വരുന്നത്.
ഇവിടെ എല്ലാം സീലിങ് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു കബോർഡ് സ്പേസ് ഉണ്ട്, ടി വി വെക്കാൻ പറ്റുന്ന രീതിയിൽ. ഡ്രോയേഴ്സാണ് ഇവിടെ ഉള്ളത്, 2 വിൻഡോസും ഉണ്ട്. ഇതാണ് ബാൽക്കണി വരുന്നത്, വലിയൊരു ബാൽക്കണിയാണ്. ഇതാണ് മേളത്തെ ആദ്യത്തെ ബെഡ്റൂം. ഒരു 3 ഡോർ കബോർഡ് ഉണ്ട്. അത്യാവശ്യം വലിയ റൂമാണ്, സീലിംഗ് ചെയ്തിട്ടുണ്ട്, ഫാനുണ്ട്. ഇതാണ് നമ്മളുടെ ക്ലോസറ്റ് വരുന്നത്, സിറയുടെ തന്നെയാണ്. ഇവിടെ ഹിൻഡി വെയറിൻ്റെ ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതാണ് ലാസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. ഇതാണ് അതിൻ്റെ ടോയ്ലറ്റ്, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്. ഒരു 3 ഡോറിൻ്റെ കബോർഡും. അപ്പോൾ എല്ലാ ബെഡ്റൂമിലും കബോർഡുണ്ട്, 4 ബെഡ്റൂമിലും കബോർഡുണ്ട്. അത്യാവശ്യം ഒരു മാസ്റ്റർ ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് എല്ലാ 4 ബെഡ്റൂം വരുന്നത്. പിന്നെ കിച്ചൺ വരുന്നുണ്ട്, വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്, പുകയില്ലാത്ത അടപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട്, സ്ലാബെല്ലാം വാർത്തിട്ടുണ്ട്. അവിടെ ഷീറ്റ് ഇട്ടാൽ മാത്രം മതി, അത് പറഞ്ഞാൽ അത് ചെയ്തു തരും. പിന്നെ ഉള്ളത് നമ്മുടെ ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 2300 ചില്ലാനം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഇത് വർക്ക് ഏരിയ കാണിച്ചിട്ടില്ല കേട്ടോ, വർക്ക് ഏരിയ ആണിത്. പ്രോപ്പറായിട്ട് ടൈലൊക്കെ ഇട്ടിട്ട് കിട്ടിലാക്കിയായിരുന്നു, സ്റ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2300 ചില്ലാനം സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 5.5 സെൻറ്റ് സ്ഥലമുണ്ട്, 85 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. മെയിൻ റോഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ പൂക്കാട്ടുപടി, എടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ടും മെയിൻ റോഡ് ആക്സസ് 1 കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസ് ഉള്ളൂ മെയിൻ റോഡിലേക്ക്. കിടിലം പ്രോപ്പർട്ടിയാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കോൺടാക്ട് ചെയ്തോളൂ. ആവശ്യമുള്ളവർ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്താൽ നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് നമുക്ക് നാളെ. ബൈ.